തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദയതാളം നിലയ്ക്കുന്നു. സ്റ്റെന്റ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കിട്ടാനില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഈ മാസം 10-ാം തീയതി വരെയുള്ള ശസ്ത്രക്രിയകൾക്ക് മാത്രമാണ് ഉപകരണങ്ങൾ സ്റ്റോക്കുള്ളത്. അതിനുശേഷം എന്താകും എന്നതിനെക്കുറിച്ച് അധികൃതർക്കും ധാരണയില്ല. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി എന്നിവയ്ക്കാവശ്യമായ സ്റ്റെന്റ്, കത്തീറ്റർ, ഗൈഡ് വയർ, ബലൂൺ, ഷീത്ത് എന്നിവയാണ് കിട്ടാനില്ലാത്തത്. സ്റ്റെന്റ് കുറച്ചധികം സ്റ്റോക്ക് ഉണ്ടെങ്കിലും മറ്റു ഉപകരണങ്ങൾ ബാക്കിയുള്ളത് 5 ദിവസത്തേക്ക് മാത്രം. ഉപകരണങ്ങളുടെ കുടിശ്ശിക മുടങ്ങിയതോടെ കമ്പനികൾ വിതരണം നിർത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. 163 കോടി രൂപ കുടിശ്ശിക വന്നതോടെയാണ് കമ്പനികൾ വിതരണം നിർത്തിവെച്ചത്. കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്കടക്കം നിവേദനം നൽകിയിരുന്നെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. നമ്മൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ മിനിസ്റ്റർ ഓഫീസായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇഷ്യൂസ് പറഞ്ഞിരുന്നു. നമ്മൾ അതിന്റെ കണക്കുകൾ കൊടുത്തിരുന്നു. അപ്പം ആ സമയത്ത് നമുക്ക് ഓഗസ്റ്റ് 30-നുള്ളിൽ പേയ്മെന്റ് തരും, ക്ലിയർ ആക്കുന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ നമ്മൾ ആ സമയം പറഞ്ഞിരുന്നു നമുക്ക് ഈ ഓഗസ്റ്റ് മാസം കൂടെ കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ 1-ാം തീയതി മുതൽ സമരം നിർത്തിവെക്കേണ്ട ഗതികേടിലേക്കാണ് വരുന്നത്, സ്റ്റോക്കുകളില്ല എന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷത്തെ സമരം നിർത്തുന്ന സമയത്ത്, കഴിഞ്ഞ ഏപ്രിൽ സമരം ഉണ്ടായി, അവർ കുറച്ച് പൈസ തന്നു. സമരം നിർത്തിയ സമയത്ത് ഏകദേശം 60 കോടി പെൻഡിങ് ഉണ്ടായിരുന്നു. ആ 60 കോടിയാണ് ഇപ്പം 160 കോടിയായിട്ട് എൻഹാൻസ് ചെയ്തത്. അപ്പം നമുക്ക് പേയ്മെന്റ് കിട്ടാതെ പാരന്റ് കമ്പനി സ്റ്റോക്ക് കിട്ടില്ല. ആ സ്റ്റോക്ക് കിട്ടാത്തത് കൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്ന് കാണിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ലെറ്റർ കൊടുത്തിരുന്നു. അങ്ങനെയാണ് 1-ാം തീയതി നമ്മൾ സ്ട്രൈക്കായിട്ട് പ്രഖ്യാപിച്ചത്. കുറച്ചു പണം നൽകി പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമമാണ് അധികൃതർ നടത്തിയത്. ഓഗസ്റ്റ് 30-നകം മുഴുവൻ തുകയും അനുവദിക്കണമെന്ന് വിതരണക്കാരുടെ സംഘടന ആവശ്യപ്പെട്ടിരുന്നു. ഇല്ലെങ്കിൽ വിതരണം നിർത്തിവെക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നാൽ പണം നൽകാൻ ഇടപെടൽ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വിതരണം നിർത്തിവെച്ചത്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള 21 ആശുപത്രികളിലും സമാന സാഹചര്യമാണുള്ളത്. അടിയന്തര ശസ്ത്രക്രിയകൾ അടക്കമുള്ളവ മുടങ്ങുന്ന സാഹചര്യമുണ്ടായാൽ സ്ഥിതി ഗുരുതരമാകുമെന്നാണ് വിലയിരുത്തൽ. ജനം, തിരുവനന്തപുരം.